ഫ്രൈഡേ ഈവനിങ്ങിൽ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് സാറ്റർഡേ ഡിന്നർ ഔട്ട്സൈഡിൽ നിന്ന് കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ വീക്കെൻഡിൽ കുറേ പ്ലാനിങ് ഒക്കെ ചെയ്തു. ഞങ്ങളുടെ പ്ലാനിങ് പോലെ തന്നെ എല്ലാം നടന്നു. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയി. കുറേ നടന്നിട്ടാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. സോൾട്ട് ഹില്ലിലുള്ള പപ്പാറിച്ച് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. 6 പേർക്കുള്ള ടേബിൾ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ടുണ്ട്. വിശപ്പിന്റെ വിളി കാരണം വേറെ ഒന്നും നോക്കിയില്ല. ആദ്യം തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. അമേലിയയ്ക്കും ആഞ്ചലായ്ക്കും ചിക്കൻ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. 2 എണ്ണം വാങ്ങിച്ചാൽ അവർ ഫിനിഷ് ചെയ്യത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അവർക്ക് വിശക്കുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യാമല്ലോ. ഞങ്ങൾ എപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അമേലിയയ്ക്കും ആഞ്ചലായ്ക്കും ഞങ്ങളുടെ ഫുഡും ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കറിയായിരുന്നു എന്താണെന്നുണ്ടെങ്കിലും ഒരു ഫ്യൂ സ്പൂൺസ് ഞങ്ങളുടെ ഫുഡിൽ നിന്നും കഴിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 പേർക്കൂടെ ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. നിഷ, റബിൻ, സുജിത്ത്, പപ്പ അവരൊക്കെ ഉണ്ടായിരുന്നു. അവർ ട്രിപ്പിന് ശേഷം നേരെ വീട്ടിലോട്ട് പോയി. ഞാൻ ശരിക്കും ഫിഷിൻ്റെ ആളാണ്. ഫിഷിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രോൺസ് ആണ്, അതുപോലെ സ്ക്വിഡും. അതുകൊണ്ട് തന്നെ നൂഡിൽസോ റൈസോ എന്ത് വാങ്ങിച്ചാലും ഞാൻ അതിൻ്റെ അകത്ത് പ്രോൺസ് ഇടാനേ പറയാറുള്ളൂ. പണ്ടൊക്കെ അച്ചായൻ ചിക്കനോ ബീഫോ ഒക്കെ ആഡ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അച്ചായനും പ്രിഫർ ചെയ്യുന്നത് പ്രോൺസ് തന്നെയാണ്. അടിപൊളി ഡിന്നർ ആയിരുന്നു. നല്ല സൂപ്പർ ഫുഡ്, അതുപോലെ നല്ല ആംബിയൻസ്. പപ്പാറിച്ച് റെസ്റ്റോറൻറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സോൾട്ട് ഹിൽ ബീച്ച്. അവിടെ ഒരുപാട് പേര് ഫിഷിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഫിഷ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് ഡിന്നറൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി.